ഹജ്ജിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നിടത്തും ഈ ഒരു വ്യത്യാസം കാണാം. കഠിനമായ അധ്വാനം വേണ്ടതുകൊണ്ട് ധാരാളമായ പ്രതിഫലം കിട്ടുന്നു. മൻ ഹജ്ജ ഹദൽ ബൈത്ത്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും പരിശുദ്ധ കഅബയിലെത്തിയിട്ട് ഹജ്ജ് നിർവഹിച്ചു, വലം യർഫുസ് വലം യഫ്സുഖ്, അശ്ലീലങ്ങൾ ചെയ്തില്ല, ഫിസുഖ് തമ്മാടിത്തങ്ങളൊന്നും ഉണ്ടായില്ല, വിലക്കപ്പെട്ട കാര്യങ്ങളൊന്നും അവൻ പ്രവർത്തിച്ചില്ല, ആത്മാർത്ഥമായി അവൻ ഹജ്ജ് നിർവഹിച്ചാൽ റജഅ കവയൗമി വലദതുഹു ഉമ്മുഹു, അവൻ്റെ ഉമ്മ അവനെ പ്രസവിച്ചത് ഏത് വിധം വിശുദ്ധിയിലാണോ അവിശുദ്ധിയോടുകൂടെയാണ് അവൻ പരിശുദ്ധമായ ഹറമേനിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്നത്. സമൂലമായി മാറി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അവൻ്റെ ഉമ്മ പ്രസവിച്ച മാത്രയിൽ അവൻ എത്രമേൽ വിശുദ്ധനായിരുന്നു, ആ ഒരു വിശുദ്ധിയിലേക്ക് ഹജ്ജ് വഴി അവൻ പദം വരുന്നു, സമ്പൂർണമായി അവൻ മാറുന്നു. ഇത് മറ്റാരാധനകളെ കുറിച്ച് അങ്ങനെ പറയുന്നില്ല. സ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോഴേക്ക് എന്ന് വരുന്നില്ല. എന്തുകൊണ്ട്? ഹജ്ജിൻ്റെ കഠിനാധ്വാനത്തിന് വളരെയേറെ മനോഹരമായ പ്രതിഫലം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. അപ്രകാരം തന്നെ മറ്റു ചില ഹദീസുകളും കാണാം. അൽ-ഉംറത്തു ഇലൽ ഉംറത്തി കഫാറത്തുൻ ലിമാ ബൈനഹുമാ, ഒരു ഉംറ മറ്റൊരു ഉംറ, അതിൻ്റെ ഇടയിലുള്ള സമയങ്ങളിലുള്ള അബദ്ധങ്ങളെ തെറ്റുകളെ അത് പൊറുപ്പിക്കുന്നു. എന്നാൽ വൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, ഗുണപ്രദമായ ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല. മബ്റൂർ എന്നാണ്, സ്വീകാര്യമായത് എന്നല്ല, മഖബൂൽ എന്നല്ല. ഹജ്ജ് സ്വീകരിക്കപ്പെടൽ, മഖബൂലാവൽ, അതൊരു തലാണ്. എന്നാൽ സ്വീകരിക്കപ്പെടുമ്പോൾ തന്നെ മബ്റൂറാകൽ, ഏറ്റവും ഗുണപ്രദമായി മാറും, അത് മറ്റൊരു തലം. മഖബൂലാകുന്ന എല്ലാ ഹജ്ജും മബ്റൂറാവണമെന്നില്ല. മബ്റൂറാകുന്ന ഹജ്ജ് ഒരാൾ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, അവന് ലഭിക്കാനുള്ള പ്രതിഫലം സ്വർഗമാണ്, മറ്റൊന്നല്ലേ അല്ല. ധാരാളമായി ഈ സംബന്ധമായി ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. യാ റസൂലല്ലാഹ് നറൽ ജിഹാദ് അഫ്ളൽ അമൽ, ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയായി അമലായി ഞങ്ങൾ ജിഹാദിനെയാണ് പരിഗണിക്കാറുള്ളത്. അഫലാൻ ഉജാഹിദ്, ഞങ്ങൾ ജിഹാദ് നടത്തിക്കോട്ടെ എന്ന് അവർ സമ്മതം ചോദിക്കുന്നു. ഖാൽ റസൂലുള്ളാഹി തിരുത്തില ലാകിന്ന അഫ്ളൽ ജിഹാദ് ഹജ്ജും മബ്റൂർ, ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന ജിഹാദായി ഞങ്ങൾ മനസ്സിലാക്കുന്നത് ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഹബീബായ നബി തങ്ങൾ തിരുത്തിക്കൊണ്ട് പറയുന്നത്, ജിഹാദുകളിൽ ഏറ്റവും ശ്രേഷ്ഠം അത് മബ്റൂറായ ഹജ്ജാണ്. ഈ ജിഹാദിൻ്റെ അർത്ഥം മനസ്സിലാക്കാനോടുള്ള ഒരു പ്രയോഗമാണിത്. പലപ്പോഴും ജിഹാദ് എന്ന് പറയുമ്പോഴേക്ക് അന്യരെ കൊല്ലുക എന്ന രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടാറുണ്ട്. ഞാനൊന്ന് ആ ഒരു വിമർശനത്തിലേക്ക് കടക്കില്ല, എന്നാലും സൂചിപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ജിഹാദുകളിൽ ഏറ്റവും ശ്രേഷ്ഠം മബ്റൂറായ ഹജ്ജാണ്. അപ്പോൾ ശരീരം കൊണ്ട് നന്മയ്ക്ക് വേണ്ടിയുള്ള ഏത് അധ്വാനത്തെയും ജിഹാദ് എന്ന് പറയാൻ നമുക്ക്. സഹാബാക്കിറാം എന്ന് ചോദിക്കുന്നത് ജിഹാദാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ചെയ്തോട്ടെ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ജിഹാദുകളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠം മബ്റൂറായ ഹജ്ജാണ്. അപ്പോൾ ഹജ്ജിൻ്റെ പ്രതിഫലം വിവിധത്തിലൊക്കെയാണ് ഹദീസുകളിൽ നമുക്ക് കാണാനാകുന്നത്.